നമ്മളിപ്പോൾ ഉള്ളത് ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന 7ാമത് ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ GGMന്റെ വേദിയിലാണ്. ശാലോം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഡൽഹി ഗുഡ്ഗാവ് രൂപതയുടെ ബിഷപ്പായിട്ടുള്ള ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് പിതാവാണ്. നമുക്ക് അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാം. പിതാവ് എപ്പോഴാണ് ഈ ഒരു GGMന്റെ വേദിയിലേക്ക് വന്നത്? തുടക്കം മുതലേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹാൾ വെഞ്ചരിക്കുന്ന സമയത്ത് തന്നെ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്തവണത്തെ GGMന്റെ ഈ ഒരു തുടക്കം അങ്ങ് നോക്കി കാണുന്നത്? ഞാൻ ഞായറാഴ്ച വൈകിട്ട് തന്നെ എത്തിച്ചേർന്നു. ഹോൾ വെഞ്ചരിക്കുന്ന ആ ശുശ്രൂഷയിലും ഞാൻ പങ്കുചേർന്നു. ആദ്യം മുതൽ കഴിവതും ഈ വർഷത്തെ GGMയിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചു തന്നെയാണ് എത്തിയിരിക്കുന്നത്. ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഗുഡ്ഗാവ് രൂപതയെ ഒന്ന് പരിചയപ്പെടുത്തി. പ്രധാനമായിട്ടും ഗുഡ്ഗാവ് രൂപതയുടെ പ്രദേശങ്ങൾ ഏതൊക്കെ ഏരിയകളിലാണ്, എന്തൊക്കെയാണ് നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ? നമ്മുടെ ഭദ്രാസനത്തിന്റെ അഥവാ രൂപതയുടെ പൂർണ്ണമായ പേര് എപ്പാർക്കി ഓഫ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, ഗുഡ്ഗാവ്, ഡൽഹി എന്നാണ്. ഇത് പരിശുദ്ധ പിതാവ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കേരളത്തിന് പുറത്ത് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നതായ ആളുകൾക്ക് വേണ്ടിയും സഭയുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയും സ്ഥാപിച്ചതായ ഒരു രൂപതയാണ്. ഈ രൂപത വടക്കേ ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നു. രൂപത സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ ഈ വൻ നഗരങ്ങളിലെ ഇടവകകൾ, രൂപീകൃതമായ ഇടവകകൾ നമുക്ക് ഉണ്ടായിരുന്നു. രൂപത സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ആണ് കൂടുതലും നമ്മൾ മിഷൻ പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചത്. എന്നിരുന്നാലും എൻ്റെ മുൻഗാമിയായ ഭാഗ്യസ്മരണാർഹനായ ബർണബാസ് തിരുമേനി ഒറീസ ഒക്കെ കേന്ദ്രമാക്കി മുന്നമേ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പിതാവ് നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടതിന് ശേഷം ആ ശുശ്രൂഷ ഞാൻ പിന്തുടരുകയും അത് ബലപ്പെടുത്തുകയും ചെയ്യുന്നത് കൂടാതെ പുതിയ പുതിയ മിഷൻ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് പ്രചോദന സോഷ്യൽ സർവീസ് എന്ന ഒരു സംഘടനയുണ്ട്. രജിസ്റ്റേർഡ് ബോഡിയാണ്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ പണ്ടേ തന്നെ ധാരാളം സോഷ്യൽ സർവീസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഈ രൂപത മുഴുവനും വ്യാപിപ്പിക്കുവാനായിട്ടുള്ള കൃത്യമായിട്ടുള്ളതായ ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. മിഷൻ പ്രവർത്തനം അടിസ്ഥാനപരമായിട്ട് ഒരു വില്ലേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ സമഗ്രമായ വളർച്ച ആണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പം അതനുസരിച്ചുള്ള സമീപനങ്ങളിലുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഗുഡ്ഗാവ് രൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു GGMന്റെ കഴിഞ്ഞ വർഷങ്ങൾ എത്രത്തോളം നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ വളർത്താനായിട്ട് സഹായകമായിട്ടുണ്ട്? ഏറ്റവും പ്രധാനമായിട്ട് ഫിയാത്ത് മിഷനിൽ നിന്നും ഫിയാത്തിലെ GGMൽ നിന്നും ഒരു മിഷനറി ആഭിമുഖ്യം, ഒരു മിഷനറി പ്രചോദനം, ലൈക്ക് എ ഫയർ ബേണിംഗ് ഇൻസൈഡ് ടു പ്രീച്ച് ദ ഗോസ്പൽ, ടു ഷെയർ ദ ജോയ് ഓഫ് ദ ഗോസ്പൽ, ഇതിനുള്ള ഒരു വലിയ പ്രചോദനമാണ് ഫിയാത്തിൽ നിന്ന് പൊതുവെയും GGMൽ നിന്ന് പ്രത്യേകവും എനിക്ക് ലഭിക്കുന്നത്. അപ്പം ആദ്യത്തെ GGMൽ ഞാൻ സംബന്ധിച്ചത് ഭാഗ്യസ്മരണാർഹനായ ബർണബാസ് തിരുമേനിയുടെ പിൻഗാമി എന്ന നിലയിൽ, ഇതിൻ്റെ ഒരു പേട്രൺ എന്ന നിലയിലാണ് ഞാൻ ഇതിൽ സംബന്ധിച്ചത്. എനിക്ക് നല്ല അഭിപ്രായവും നല്ല പ്രചോദനവുമാണ് ഈ GGMൽ നിന്ന് നിരന്തരമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ആളുകൾ ഇതിനകത്ത് ഉൾച്ചേരാനായിട്ട് ശ്രമിക്കുന്നു, അത്രയും നമുക്ക് ഫിയാത്ത് മിഷൻ്റെ ചൈതന്യം നമ്മളിലേക്ക് വരും, നമുക്കത് പ്രയോജനമായിട്ട് തീരും. മിഷൻ മേഖലയിൽ വളരെയധികം പ്രയാസപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്യാസ സഭകളെയും മിഷൻ രൂപതകളെയും കൂടുതൽ സഹായിക്കാൻ ആൾബലം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ സഹായിക്കാനായിട്ട് കേരളത്തിലുള്ള ക്രൈസ്തവർ കൂടുതലായിട്ട് മുന്നോട്ട് വരേണ്ടതല്ലേ? സഭ എന്നും ഒരു മിഷനറി സമൂഹമാണ്. പലപ്പോഴും മിഷനറി സമൂഹമാണ് എന്ന് പറയുന്നത് കൊണ്ട്
അറിഞ്ഞോ അറിയാതെയോ പ്രത്യേകിച്ചും അക്രൈസ്തവരായിട്ടുള്ളതായ വ്യക്തികൾ ചിന്തിച്ചു പോകുന്നത് ഫോഴ്സ്ഡ് കൺവേർഷൻ, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരാണ് നമ്മളെന്നാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നതായ മാൻഡേറ്റ് അത് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടാണ്. അതുമൂലം ആരെയും നിർബന്ധിതമായിട്ട് പരിവർത്തനം ചെയ്യുക എന്നുള്ളത് സഭയുടെ ലക്ഷ്യമല്ല. എന്നാൽ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നവരെ സ്വീകരിക്കേണ്ടതായ കാര്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക എന്നത് അത് ഒരു മാനുഷികമായ ധർമ്മമാണ്. ആ ധർമ്മം എന്ന നിലയിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി കേരള സഭ ഇന്ന് മനസ്സിലാക്കേണ്ടത്, കേരള സഭയുടെ ഊർജം അത് അതിൻ്റെ കഴിവുകളും താലന്തുകളും സമ്പത്തും ഇന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് നോർത്ത് ഇന്ത്യയിലേക്ക് വ്യയം ചെയ്യുന്നതാണ് സഭയുടെ വളർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ കാരണമാകുന്നത്. സഭയുടെ സുവിശേഷ ദൗത്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ കടമയാണ്. പിതാവിന്റെ വാക്കുകൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ശാലോം ന്യൂസ് പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് ഈ ഒരു മുഹൂർത്തത്തിൽ, ഈ ഒരു മിഷനെ കേരള സഭയും ഭാരത സഭയും മുഖാമുഖം കണ്ട് പരിചയപ്പെടുന്ന, മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഈ ഒരു മിഷൻ കോൺഗ്രസിന്റെ വേദിയിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? കർത്താവ് ആശംസിച്ചത് എന്താണ്? നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ഈ സമാധാനം ആണ് ഈസ്റ്ററിന്റെ സന്ദേശം. അത് നമ്മളിലും ലോകത്തിലും വ്യാപിക്കട്ടെ. ഈസ്റ്ററിന്റെ സന്ദേശം ജീവന്റെ സന്ദേശമാണ്. അതുകൊണ്ട് നമുക്ക് ജീവന്റെ സംപ്രേഷണത്തിന് നമുക്ക് ചേർന്ന് നിൽക്കാം. അതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ജീവന്റെ സുവിശേഷം, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന അനുഭവമാണ്. അപ്പം അത് ഈ മീഡിയയിലൂടെ, ശാലോമിലൂടെ തീർച്ചയായിട്ടും ഏറെ സാധിക്കുന്നുണ്ട്. അത് തുടരട്ടെ എന്നാണ് എൻ്റെ ആശംസ.